ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആസ്പെർ എഡ്യൂടെക്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ടു ദ ലൈഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇതിൽ തന്നെ നമ്മുടെ സെൽസിൻ്റെ ഉള്ളിലേക്ക് മെറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ കുറേയധികം മോളിക്യൂൾസ് കോശത്തിൻ്റെ ഉള്ളിലേക്ക് എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന സെല്ലുകളുടെ ഉള്ളിലേക്ക് ഓരോ മോളിക്യൂൾസും എത്തപ്പെടുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? സെൽ മെംബ്രെയിൻ വഴി സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതൊക്കെ പഠിച്ചില്ലേ? ഇനി ഇത് എങ്ങനെയാണ് ഈ സൈറ്റോപ്ലാസത്തിൻ്റെയൊക്കെ ഉള്ളിലേക്ക് എത്തപ്പെടുന്നത്? ഏതെല്ലാം പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സ് വഴിയാണ് ഓരോ മോളിക്യൂൾസും കോശത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത്? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നോക്കിയാലോ? ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഒരു 4 പ്രോസസ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം പേര് മെൻഷൻ ചെയ്ത് പോവാം. ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. നമ്മളീ പറഞ്ഞ 4 പ്രോസസ്സ് വഴിയാണ് നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിലേക്ക് മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള മോളിക്യൂൾസ് എത്തപ്പെടുന്നത്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം ഓസ്മോസിസ് ആണ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ നമുക്ക് പോവാം. അതായത് ഇവിടെ മോളിക്യൂൾസ് അഥവാ തന്മാത്രകൾ സഞ്ചരിക്കുന്നത് എവിടെയാണോ അതിൻ്റെ അളവ് കൂടുതലുള്ളത് ആ ഭാഗത്തു നിന്നും അതിൻ്റെ അളവ് കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. പക്ഷേ ഇവർക്കിടയിൽ എന്തുണ്ടാവും? ഒരു സ്ഥലം സെമി പെർമിബിളായിട്ട്, അതായത് അവർ സെലക്റ്റീവായിട്ടുള്ള രീതിയിൽ മാത്രം കടത്തിവിടുന്ന തരത്തിലുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെംബ്രെയിൻ ഉണ്ട്. ഇതാണ് ഓസ്മോസിസ്. എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. ഇപ്പം നമ്മളെ മുന്തിരി, അതായത് ഉണക്കമുന്തിരി എന്ന സംഭവം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫോമിലല്ലേ കാണുന്നത്. അതിൻ്റെ പുറം ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ അല്ലേ. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഡ്രൈ ആയിട്ടുള്ള ഗ്രേപ്പ് നന്നായിട്ട് വികസിച്ചൊരു ഉരുണ്ട ഷേപ്പിലേക്ക് മാറുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഓസ്മോസിസ് ആണ്. അതായത് നമ്മൾ ഈ ഉണക്കമുന്തിരി ഇട്ടത് എവിടെയായിരുന്നു? വെള്ളത്തിലേക്കല്ലേ. അപ്പം വെള്ളം എന്ന് പറയുന്ന ഭാഗത്താണ് തന്മാത്രയുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ വാട്ടർ മോളിക്യൂൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗം, അല്ലെന്നുണ്ടെങ്കിൽ ഈ റേസിൻ അഥവാ ഉണക്കമുന്തിരിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ അതിൻ്റെ പുറമേ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗമല്ലേ ഈ ഉണക്കമുന്തിരിയുടെ, അതാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ വാട്ടർ മൂവ്മെൻറ്റ് എങ്ങനെ നടക്കുന്നത്? ഹയർ കോൺസെൻട്രേഷൻ പുറത്തു നിന്നും എങ്ങോട്ടേക്ക്? ഇതിൻ്റെ ഉള്ളിലേക്ക്, ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അപ്പം നമ്മൾ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വികസിക്കില്ലേ? അതിൻ്റെ കാരണം എന്താണ്? ഓസ്മോസിസ് ആണ്. ദാറ്റ് മീൻസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും വാട്ടർ മോളിക്യൂൾസ് ലോവർ കോൺസെൻട്രേഷനിലേക്ക് വരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് എന്തുണ്ടായിരുന്നു? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും കോശത്തിൻ്റെ ഉള്ളിലേക്ക് തന്മാത്രകൾ എത്തുന്നതിന് ആര് സഹായിക്കുന്നത്? ഓസ്മോസിസ് സഹായിക്കുന്നത്. ഇപ്പോൾ ജലം, വാട്ടർ മോളിക്യൂള് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ കോശത്തിൻ്റെ ഉള്ളിലേക്ക് എത്തണം. അപ്പോൾ ഈ സെൽസിൻ്റെ ഉള്ളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സഹായിക്കുന്നത് ഓസ്മോസിസ് എന്ന പ്രവർത്തനമാണെന്ന് പറഞ്ഞു. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെയാണ് ഓസ്മോസിസ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പം നമ്മൾ വാട്ടർ ഇൻടേക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും വാട്ടർ എത്തുവാണ്. അങ്ങനെ വാട്ടർ എത്തിക്കഴിഞ്ഞാൽ അത് എവിടെ എത്തണം? സെൽസിൻ്റെ ഉള്ളിലെത്തണം. അങ്ങനെ സെൽസിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന സമയത്ത് സെല്ലിന് പുറമെ ആരുണ്ട്? ഒരു സെൽ മെംബ്രെയിൻ ഉണ്ടല്ലോ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ട് കണക്കാക്കേണ്ടത്. സെൽ മെംബ്രെയിൻ വഴി ഈ വാട്ടർ മോളിക്യൂള് ഏതിൻ്റെ ഉള്ളിലേക്ക് എത്തും? സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തും. കോൺസെൻട്രേഷൻ എവിടെയാണ് കൂടുതൽ? ഈ സെല്ലിൻ്റെ പുറത്തല്ലേ. സെല്ലിൻ്റെ പുറത്ത് എന്തിൻ്റെ അളവ് കൂടുതലാണ്? വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്. ആ സമയത്ത് വെള്ളം എത്തുന്ന സമയത്ത് അങ്ങനെ ആണെങ്കിലും സെല്ലിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും? വെള്ളം ഉണ്ടോ? ഇല്ല. അവിടെ ഒട്ടും ഇല്ലെന്നല്ല, ജലത്തിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കുറവായിരിക്കും. സെല്ലിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? വാട്ടറിൻ്റെ അളവ് കുറവായിരിക്കും. എന്നാൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ടൈമിൽ സെല്ലിൻ്റെ പുറത്തുള്ള എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും എത്തപ്പെട്ട വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോ അവിടെ വേരിയേഷൻ ഉണ്ടല്ലോ. ഓസ്മോസിസ് പറയുന്നത് എന്താണ്? ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതാണല്ലോ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നല്ലേ പറഞ്ഞത്. ഇവിടെ നമ്മുടെ ബോഡിയിലുള്ള സെൽസിൻ്റെ പുറമേക്ക് കാണപ്പെടുന്ന സെൽ മെംബ്രെയിൻ വഴിയാണ്
പുറത്തു നിന്നെത്തപ്പെട്ട വാട്ടർ മോളിക്യൂൾ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ ആ വന്ന ഹയർ കോൺസെൻട്രേഷൻ പുറമേക്ക് നിന്നും വന്നിട്ട് ഈ സെൽ മെംബ്രെയിൻ വഴി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെയാണ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് വാട്ടർ മോളിക്യൂൾ എത്തുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ, ഇതാണ് ഓസ്മോസിസ്. ഇങ്ങനെയാണ് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ഓസ്മോസിസ് ഹെൽപ്പ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഒരു മോളിക്യൂളിൻ്റെ സെല്ലിൻ്റെ ഇൻസൈഡിലേക്ക് എത്തിക്കുന്നതിനായിട്ട്. ക്ലിയർ? നമുക്ക് ടെക്സ്റ്റിലെ ഭാഗം നോക്കാം. എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ ത്രൂ സെൽ മെംബ്രെയിൻ. നമ്മളിപ്പോൾ പഠിക്കുന്നത് സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്, അതായത് ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് എന്നാണ്. അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നാണ് വസ്തുക്കൾ എത്തപ്പെടുന്നത് അല്ലേ? അത് എങ്ങോട്ടേക്ക് എത്തണം? സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തണം. അപ്പോൾ അതിനിടയ്ക്കുള്ളൊരു ആളാണ് ആര്? സെൽ മെംബ്രെയിൻ. സെല്ലിനെ കവർ ചെയ്തിട്ട് ഒരു സെൽ മെംബ്രെയിൻ ഉണ്ടാവും. ഈ സെൽ മെംബ്രെയിൻ വഴിയാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും എന്തെങ്കിലും ഒരു വസ്തു എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിലേക്ക് പ്രവേശിക്കുന്നത്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിലേക്ക് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും എത്തപ്പെടുന്ന ഒരു മോളിക്യൂൾ എത്തുന്നത് ഏത് വഴിയാണ്? സെൽ മെംബ്രെയിൻ വഴിയാണ്. ഈ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് സെല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ടായിട്ടുള്ള സൈറ്റോപ്ലാസത്തിലേക്ക് എത്തും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ സെൽ മെംബ്രെയിൻ ഓൾസോ നോൺ ആസ് പ്ലാസ്മ മെംബ്രെയിൻ? എന്തുകൊണ്ടാണ് സെൽ മെംബ്രെയിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്നും അറിയപ്പെടുന്നത്? കോശത്തിൻ്റെ ഒരു ഔട്ടർ ബൗണ്ടറി അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്നിങ്ങനെ വേർതിരിക്കാനായിട്ട് സഹായിക്കുന്നത് കൊണ്ടും അതേപോലെ വരുന്ന സബ്സ്റ്റൻസുകളെ കടത്തിവിടണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നതും ഒക്കെ ആര് തന്നെയാണ്? ഈ സെൽ മെംബ്രെയിൻ ആണ്. അതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓൺലി സർട്ടൻ മോളിക്യൂൾ ക്യാൻ പാസ് ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിലൂടെ ചില വസ്തുക്കൾക്ക് മാത്രമേ കടന്നു പോകാനായിട്ട് പറ്റുള്ളൂ. വാട്ടർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര ക്യാൻ ഈസിലി പാസ് ത്രൂ ഇറ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്ലാസ്മ മെംബ്രെയിനിലൂടെ കടന്നു പോകാൻ സാധിക്കും. ബട്ട് സർട്ടൻ സബ്സ്റ്റൻസസ് ആൻഡ് അയോൺ ക്യാൻ ഓൺലി പാസ് ത്രൂ സ്പെഷ്യൽ ചാനൽസ് ഓർ പോർസ് പ്രസൻറ്റ് ഇൻ പ്ലാസ്മ മെംബ്രെയിൻ. എന്നാൽ ചില അയോണുകൾക്കൊക്കെ പ്ലാസ്മ മെംബ്രെയിനിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അതിൽ പ്രസൻറ്റഡ് ആയിട്ടുള്ള ചില ചാനൽസ് അല്ലെങ്കിൽ പോസ് വഴി മാത്രമേ പറ്റുകയുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഓസ്മോസിസ് എന്ന ഭാഗത്തേക്ക് വരാം. അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിലേക്ക് ഒരു മോളിക്യൂൾ എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സുകളുടെ പേരാണ് നമ്മൾ 4 ആദ്യം പറഞ്ഞത്. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറഞ്ഞേ. ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ക്ലിയർ? ഇനി നമ്മളിതിൽ ഓസ്മോസിസ് എന്താണെന്ന് പറഞ്ഞു. നമുക്ക് ടെക്സ്റ്റിലൂടെ ജസ്റ്റ് നോക്കാം. ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എ, ബി എന്ന് 2 ഫിഗർ കാണുന്നില്ലേ? അതിൽ എ എന്ന പാർട്ടിൽ റെഡ് കളറിൽ സർക്കിൾസ് കാണാം. അത് വാട്ടർ മോളിക്യൂൾസ് ആണെന്ന് അവർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യെല്ലോ കളറിൽ ബി എന്നൊന്ന് ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് സോൾട്ടിൻ്റെ മോളിക്യൂൾസ് ആണ്. ഇവിടെ ആരുടെ കോൺസെൻട്രേഷനാണ് കൂടുതൽ? എ പാർട്ടിലുള്ളതല്ലേ? ദാറ്റ് മീൻസ് വാട്ടർ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഇനി ഈ എയെയും ബി എയും വേർതിരിച്ച് എന്തുണ്ട്? ഒരു സെമി പെർമിയബിൾ ആയിട്ടുള്ള മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, ഓസ്മോസിസിൻ്റെ റൂൾ അനുസരിച്ചാണെങ്കിൽ എങ്ങനെയായിരിക്കും മൂവ്മെൻറ്റ് നടക്കുന്നത്? എവിടെയാണോ കോൺസെൻട്രേഷൻ കൂടുതൽ അവിടെ നിന്നും മോളിക്യൂൾസ് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ഇവിടെ ആർക്കാണ് കോൺസെൻട്രേഷൻ കൂടുതൽ? വാട്ടർ മോളിക്യൂളിനല്ലേ. സ്വാഭാവികമായിട്ട് അവർ എങ്ങോട്ട് മൂവ് ചെയ്യും? സോൾട്ട് മോളിക്യൂൾസ് ഉള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അവിടെ അതിനിടയ്ക്ക് സഹായിച്ച ആളാണ് ആര്? ആ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സോ ഇതാണ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രവർത്തനം. കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ അറ്റ് ബിഗിനിങ് ഓഫ് എക്സ്പെരിമെൻറ്റ് അതെങ്ങനെയാണെന്ന് കണ്ടല്ലോ. കൂടുതൽ ഈ ഭാഗത്താണ്. ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ ആഫ്റ്റർ 1 hour, 1 മണിക്കൂർ കഴിയുമ്പോൾ എങ്ങനെയാണ്? അത് കുറഞ്ഞ ഭാഗം, കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്ത് വരുന്നതല്ലേ നമ്മൾ കണ്ടത്. ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ മോളിക്യൂൾ എങ്ങനെയായിരുന്നു? ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ഓസ്മോസ് എന്ന് പറഞ്ഞ സെക്ഷൻ കഴിഞ്ഞു. അടുത്താണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇപ്പം നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ശ്വസിക്കുന്ന വാതകം ഏതാ? ഓക്സിജൻ. ഈ ഓക്സിജൻ എന്ന് പറയുന്ന വാതകം നമ്മുടെ ബോഡിയിലേക്ക് ഇൻടേക്ക് ചെയ്തതിന് ശേഷം നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ അത് ഡിഫ്യൂഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് ഡിഫ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെയും മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് ഒരു റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ഉള്ള റീജിയനിൽ നിന്നും ലോ കോൺസെൻട്രേഷൻ ഉള്ള റീജിയനിലേക്ക് തന്നെയാണ്. പക്ഷേ ഓസ്മോസിസിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ
ഇവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇല്ല. സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇല്ലാതെ ഒരു ഹയർ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്നും മോളിക്യൂൾസ് ലോവർ കോൺസെൻട്രേഷനുള്ള റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നു. എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നമ്മളിപ്പം ഓക്സിജൻ ജസ്റ്റ് ഇൻഹെയിൽ എടുക്കുക. ഈ ഓക്സിജൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കോശത്തിൻ്റെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ മെറ്റബോളിക് പ്രോസസ്സൊക്കെ നടത്തുന്ന സമയത്ത് എനർജി കൂടുതൽ ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഈ എനർജി പ്രൊഡക്ഷന് സഹായിക്കുന്ന ആളാരാണ്? മൈറ്റോകോൺട്രിയ. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? മൈറ്റോകോൺട്രിയ ആണ് ഒരു സെല്ലിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ കോശത്തിൻ്റെ ഉള്ളിലാണ് ഊർജ്ജ ഉൽപ്പാദനം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാരാണ്? മൈറ്റോകോൺട്രിയ ആണെന്നും പറഞ്ഞു. ഇങ്ങനെ എനർജി പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ആര് വേണം? ഓക്സിജൻ വേണ്ടേ? നമുക്ക് ഇത്തരത്തിൽ ഒരു എനർജി പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ആര് വേണം? ഓക്സിജൻ വേണം. അപ്പോൾ ഈ ഓക്സിജൻ എവിടെ നിന്ന് കിട്ടും? നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ശ്വസിക്കുന്നത് വഴി നമുക്ക് ഓക്സിജൻ കിട്ടും. അപ്പോൾ സെൽസിൻ്റെ പുറത്ത് ഓക്സിജൻ്റെ അളവ് കൂടുതലാണ്. പക്ഷെ നമുക്ക് ഏത് സെൽസിൻ്റെ ഉള്ളിലേക്കാണോ ഓക്സിജൻ എത്തേണ്ടത് അവിടെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കുറവ് തന്നെയല്ലേ? സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻടേക്ക് ചെയ്തെടുത്ത ഓക്സിജൻ എവിടെ എത്തണം? സെല്ലിൻ്റെ ഉള്ളിലെത്തണം. എങ്കിൽ മാത്രമേ എന്താ നടക്കുള്ളൂ? ഈ മെറ്റബോളിക് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ എനർജി പ്രൊഡക്ഷൻ മറ്റുമൊക്കെ നടക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ ഓക്സിജൻ മോളിക്യൂൾ മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഹയർ കോൺസെൻട്രേഷൻ, അതായത് സെൽസിൻ്റെ പുറത്ത് നിന്നും അകത്തേക്ക്. അവിടെ കോൺസെൻട്രേഷൻ കുറവല്ലേ? സോ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ, സെല്ലിൻ്റെ പുറത്തുള്ള ഹൈ കോൺസെൻട്രേഷനിൽ നിന്നും ഉള്ളിലേക്ക് ലോവർ കോൺസെൻട്രേഷനുള്ള റീജിയനിലേക്ക് ഈ പറയുന്ന മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ എന്തില്ല? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇല്ല. ഇതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ ഓസ്മോസിസ് എന്താണെന്ന് കഴിഞ്ഞു, ഡിഫ്യൂഷനും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അതായത് എല്ലാ മോളിക്യൂൾസും ഈ പറയുന്ന സെൽ മെംബ്രെയിൻ വഴി ഈസി ആയിട്ട് അങ്ങ് കടന്നു പോകത്തില്ല. ചില മോളിക്യൂൾസിന് ഇത്തരത്തിൽ മൂവ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പറ്റാതെ വരുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ സഹായം തേടും. ഇവിടെ മറ്റാരുമല്ല, പ്രോട്ടീൻസിൻ്റെ സഹായത്താലാണ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു ഹയർ കോൺസെൻട്രേഷൻ ഭാഗത്ത് നിന്നും ലോവർ കോൺസെൻട്രേഷൻ ഭാഗത്തേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യും. പക്ഷേ ഇവർക്ക് സ്വന്തമായിട്ട് അങ്ങ് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ ആരെ ഹെൽപ്പിന് വിളിക്കും? പ്രോട്ടീൻസിനെ. ഈ പ്രോട്ടീൻസ് എവിടെ കാണുമെന്നറിയോ? ഈ സെൽസിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ സെൽസിന് വെളിയിൽ സെൽ മെംബ്രെയിൻ ഇല്ലേ? ആ സെൽ മെംബ്രെയിനകത്ത് ചില പ്രോട്ടീൻസ് കാണും. അപ്പോൾ ഈ പ്രോട്ടീൻ്റെ സഹായത്താൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും മോളിക്യൂൾസ് ഈ സെൽസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? പ്രോട്ടീൻ്റെ സഹായത്താൽ, അതാണ് ഫെസിലിറ്റേറ്റഡ് എന്നുള്ള വാക്ക് വന്നത്. പ്രോട്ടീൻ മോളിക്യൂൾസിൻ്റെ സഹായത്താൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് ആര് മൂവ് ചെയ്യുന്നു? മോളിക്യൂൾസ് മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇനി ടെക്സ്റ്റിലേക്ക് നോക്കിക്കേ. അവിടെ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഈസ് മോർ. ഒരു ഫിഗർ ഇല്ലസ്ട്രേഷൻ 1.6 ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ കാണിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, മറ്റൊരു ഭാഗത്ത് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അവിടെ കാരിയർ പ്രോട്ടീനും ചാനൽ പ്രോട്ടീനും കാണിച്ചിട്ടുണ്ട്. ഈ പ്രോട്ടീനുകളുടെ സഹായത്താലായിരിക്കും മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഇനി ഓക്കെ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. എ പ്രോസസ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എനർജി. ഇവിടെ ഊർജ്ജമൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. ആൻഡ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൻ പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിലുള്ള ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിലേക്ക് മോളിക്യൂൾസ് എത്തപ്പെടുന്നത് എങ്ങനെയാണ്? പ്ലാസ്മ മെംബ്രെയിനിലുള്ള ചില പ്രോട്ടീനുകളുടെ സഹായത്തോടു കൂടിയാണ്. അതാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുക, സഹായത്തോടു കൂടി സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നു. ഡിഫ്യൂഷൻ അറിയാലോ, ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്. സെയിം തന്നെയാണ് ഫെസിലിറ്റേറ്റഡിലും. പക്ഷേ ഇവിടെ സ്വതന്ത്രമായിട്ട് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നില്ല, പക്ഷേ അവർക്ക് ഒരാളുടെ സഹായം വേണം. അതാണ് പ്രോട്ടീൻസിൻ്റെ സഹായത്താൽ മോളിക്യൂൾസ് ഡിഫ്യൂഷൻ നടത്തിയാൽ അത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നു. നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള 3 ടൈപ്പ് മോളിക്യൂൾ മൂവ്മെൻറ്റിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് നാലാമത്തെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. വേറൊന്നുമില്ല, നമ്മൾ ഇത്രയും നേരം പറഞ്ഞപ്പോഴും കോമൺ ആയിട്ട് കണ്ടൊരു ഫീച്ചർ ഉണ്ടായിരുന്നു. മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? ഒരു ഹയർ കോൺസെൻട്രേഷൻ ഏരിയയിൽ നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നേരെ വിപരീതമാണ്. അതായത് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ആ ഒരു ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചേ. ആ റെഡ് പാർട്ടിൽ കാണിച്ചിരിക്കുന്നതാണ് സോൾട്ടിൻ്റെ കോൺസെൻട്രേഷനാണ്. ഇതിൽ പുറം ഭാഗത്ത്, അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ
ദ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ആർ ലെസ്. സോൾട്ടിൻ്റെ അളവ് കുറവാണ്. എന്നാൽ ദ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ആർ മോർ. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് നോക്കിയപ്പോൾ കൂടുതലാണ്. ഇപ്പം നമ്മുടെ സെല്ല് ഓർക്കെ, നമ്മുടെ ബോഡിയിലൊരു സെല്ല്. അപ്പോൾ ആ സെല്ലിൻ്റെ അകത്ത് ചില സമയത്ത് ഈ സോൾട്ടിൻ്റെയൊക്കെ കണ്ടന്റ്, ഉപ്പിൻ്റെ അംശം കൂടാറുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തുനിന്ന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും കുറച്ച് സോൾട്ട് അങ്ങോട്ടേക്ക് എത്തുക. അങ്ങനെ നോക്കുമ്പോൾ കോൺസെൻട്രേഷൻ എവിടെയാണ് കുറവ്? സെല്ലിൻ്റെ പുറത്തല്ലേ. കൂടുതൽ എവിടെയാണ്? സെല്ലിൻ്റെ അകത്താണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ രീതി അനുസരിച്ചാണെങ്കിൽ ഹൈ കോൺസെൻട്രേഷനും ലോവർ കോൺസെൻട്രേഷൻ പോകും. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? അല്ല. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ് പറഞ്ഞത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്കായിരിക്കും മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ ഈ ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ പോലും മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? പുറത്തു നിന്നും അകത്തേക്ക് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിലേക്ക് പോകും. പക്ഷേ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ സോൾട്ട് കണ്ടൻറ്റ് കുറവാണ്. അപ്പോൾ കുറഞ്ഞ ഏരിയയിൽ നിന്നും കൂടിയ ഭാഗത്തേക്ക് പോകും. നമ്മൾ ഈ കുറഞ്ഞ ഒരു ഭാഗം, അല്ലെങ്കിൽ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ മാർക്ക് കുറവാണ്, നമുക്ക് മാർക്ക് കൂടുതൽ മേടിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും അല്ലേ? നല്ലോണം എനർജി വേണ്ടി വരും. ആ ഒരു കൺസെപ്റ്റുമായിട്ട് ഇത് കമ്പയർ ചെയ്യുക. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ മോളിക്യൂൾസ് ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താവശ്യമാണ്? കൂടുതൽ എമൗണ്ടിൽ എനർജി ആവശ്യമാണ്. ഇത്രയും നമ്മൾ പറഞ്ഞാൽ ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വന്നപ്പോഴേ ഒരു മാർക്കുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞില്ലേ? അപ്പോൾ മാർക്ക് കുറയുന്ന സമയത്ത് നമുക്ക് മാർക്ക് കൂടുതൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല എനർജിയിൽ എഫേർട്ട് എടുക്കേണ്ടി വരുമെന്ന്. അതേപോലെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു. കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വേണം? എനർജി ആവശ്യമാണ്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ മാർക്ക് കുറഞ്ഞിരിക്കുക, കൂടുതൽ വേണ്ടുന്ന സമയത്ത് നമ്മൾ ചിലപ്പം നമ്മളെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കാണും. ചിലപ്പോൾ നമുക്ക് ഇൻറ്റേർണലായിട്ട് മോട്ടിവേഷൻ ആവാം, അങ്ങനെ എന്ത് തന്നെ ആവാം. അപ്പോൾ അവിടെ നമ്മളെ ക്യാരി ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരുന്ന എന്തോ ഒന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രോട്ടീൻസിൻ്റെ ഒരു പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീൻസാണ് മോളിക്യൂൾസിന് ഇത്തരത്തിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത്. അതായത് കുറഞ്ഞ ഏരിയയിൽ നിന്നും കോൺസെൻട്രേഷനുള്ള ഭാഗത്തു നിന്നും കൂടിയ കോൺസെൻട്രേഷൻ ഭാഗത്തേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സഹായിക്കുന്ന ഒരാളുണ്ട്. അതാണ് കാരിയർ പ്രോട്ടീൻ. സോ കാരിയർ പ്രോട്ടീൻ്റെ സഹായത്താൽ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഫിഗർ ക്ലിയർ ആണല്ലോ? നമ്മൾ 4 ടൈപ്പ് പ്രോസസ്സാണ് പറഞ്ഞത്. ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, പിന്നെയോ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എന്തായിരുന്നു ഓസ്മോസിസ്? മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രൈൻ. ഓക്കെ. ഡിഫ്യൂഷൻ എന്താണ്? ദ മൂവ്മെൻറ്റ് ഓഫ് എ മോളിക്യൂൾ ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അവിടെ എന്തില്ല? സെമി പെർമിയബിൾ മെംബ്രൈൻ ഇല്ല. അതാണ് ഡിഫറൻസ്. ദെൻ നമ്മൾ പറഞ്ഞു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോഴും മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ എങ്ങനെയാണ്? ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കാണ്. പക്ഷേ അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സഹായിക്കുന്ന പ്രോട്ടീനുകളുണ്ട്. ആ പ്രോട്ടീൻ ഇവിടെ കാണപ്പെടും? പ്ലാസ്മ മെംബ്രൈനിലാണ് കാണപ്പെടുന്നത്. പക്ഷേ ഇവിടെ എന്ത് ഉപയോഗപ്പെടുത്തുന്നില്ല? എനർജി ഉപയോഗപ്പെടുത്തുന്നില്ല. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ 3 കണ്ടീഷനും ഓപ്പോസിറ്റാണ്. മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് എങ്ങനെയാണ്? ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യും. അതുകൂടെ തന്നെ അവിടെ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? എനർജി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒപ്പം ആര് സഹായിക്കാനുമുണ്ട്? കാരിയർ പ്രോട്ടീൻസും ഉണ്ട്. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.